ആലിമീങ്ങളെ പറയുന്ന ഗീബത്തിന് ശിക്ഷ കൂടുതലാണ്, അത് കബീറത്താണ്, വൻകുറ്റാണ്, തൗബല്ലാതെ അല്ലാഹു പൊറുക്കൂല. സാധാരണക്കാരനെ പറയുന്ന ആ ഗീബത്താണ് സഗീറത്ത്, ചെറിയ കുറ്റം എന്ന് പറഞ്ഞത്. എന്റെ വകല്ല, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ഫത്തുൽ മുഈനിൽ എഴുതിയത്. എന്റെ കണ്ണു നോക്കി മൂല്യമാരെ സ്ഥാനം മൂല്യര് പറയാൻ എഴുതണ്ട, അങ്ങനെ കിതാബിലുള്ളത്, ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. മൂല്യമാരെ പറയാൻ നിൽക്കേണ്ട, അത് കുറച്ച് ഡിഗ്രി കൂടുതലുള്ളതാണ്, ഉള്ളത് കുറച്ച് നല്ലോണം കൊടുക്കേണ്ടി വരും അവിടെ എത്തുമ്പോൾ. അല്ലെങ്കിൽ തന്നെ എണ്ണി ചുട്ടാൽ ഏതോ 1-2 നിസ്കാരം ഉണ്ടാവും, കിട്ടുകയാണെങ്കിൽ കിട്ടുക, ഏതോ 1-2 നോമ്പ് ഉണ്ടാവും, ഷർത്തും ഫർളും സുന്നത്തൊക്കെ ഒത്തത്. അതെന്നെ കൊടുക്കാനാ വിധിക്കപ്പെട്ടെങ്കിൽ പിന്നെ എന്താ കയ്യിലുണ്ടാകും? ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് റേഞ്ച് കൂടിയ സംസാരം വേണ്ട, അത് ഇല്ലാതിരിക്കാൻ നല്ലത്, ഉള്ളതൊക്കെ പോകും. ഇനി ദുന്യാവിൽ തന്നെ പൊരുത്തപ്പെടിക്കാനാണെങ്കിൽ അവരെ പൊരുത്തപ്പെടിച്ചിട്ട് വേണ്ടേ നമ്മളെ തൗബ ശരിയായ രൂപത്തിലാകാൻ. അതിനെല്ലാവരും പോകാൻ കഴിയോ? എല്ലാ ആലിമീങ്ങൾക്കും മറ്റും ഗ്രൂപ്പ് തിരിച്ചും തിരിയാതെ ആരും ഒന്നും പറയാൻ നിൽക്കണ്ട. ആലിമീങ്ങൾ അവരെ ഷബീലിൽ വിട്ടേക്ക്. വല്ല അഭിപ്രായങ്ങളും പറയാണ്ടോ, നേരിട്ട് ചെന്നോളി. വണ്ടി വാഹനമൊക്കെ എല്ലാവർക്കും ഇല്ലേ, എന്നിട്ട് പോയി പറഞ്ഞോളി. എന്തിനാ വെറുതെ ഇങ്ങനെ കാർന്ന് നിന്നാ നിൽക്കണത്? ആരും പറയണ്ട, ഒരു തങ്ങളെയും പറയണ്ട, രാഷ്ട്രീയത്തിന്റെ പേരിലും പറയണ്ട, അല്ലാതെയും പറയണ്ട. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നയം.